വി.എസ്. രഞ്ജിത്ത് കൂടി ചേരുകയാണ്. രഞ്ജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻവറിനെ UDF-ലേക്ക് എടുക്കുന്നത് സംബന്ധിച്ച തീരുമാനമാണ്. അക്കാര്യത്തിൽ ലീഗിന്റെ ഒരു ഉറപ്പ് അൻവറിന് ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. മറ്റു ചില ഓഫറുകൾ കൂടി നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ എന്നതുൾപ്പെടെയുള്ള ഓഫറുകൾ ഉണ്ട് എന്നറിയുന്നു. ഇതൊക്കെ അൻവറിനെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് അറിയണം. മാത്രമല്ല UDF ഏതായാലും മുന്നണി വിപുലീകരണം ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അൻവറിനെ കൂടെ കൂട്ടിയതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും UDF-ന് അത് ഗുണകരമാവുകയുള്ളൂ മലബാർ മേഖലയിൽ എന്ന കാര്യത്തിൽ സംശയവുമില്ല. അപ്പോൾ കടുംപിടുത്തം വെടിഞ്ഞ് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? വിനീത, തീർച്ചയായിട്ടും ഇതൊരു പരസ്പര പൂരകമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഉചിതമായ രാഷ്ട്രീയ തീരുമാനം. UDF-നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പോൾ ജയിച്ചു കയറുക എന്നുള്ളത്, നിലമ്പൂരിൽ ജയിച്ചു കയറുക എന്നുള്ളത് മാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഈ ഭരണം പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിലമ്പൂർ ജയിച്ചാൽ അത് ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയായി വിലയിരുത്താൻ സാധിക്കുകയും ഒരു തുടർഭരണം എന്ന് പറയുന്ന സാധ്യതയെ അടയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നിലമ്പൂര് ആ അർത്ഥത്തിൽ അവർക്ക് വലിയ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. മാത്രവുമല്ല, ആര്യാടൻ ഷൗക്കത്തിന് ശേഷം ആര്യാടൻ മുഹമ്മദിന് ശേഷം ഈ മണ്ഡലം UDF-ന് കിട്ടിയിട്ടില്ല. 2 തവണയായിട്ട് ഇപ്പോൾ LDF-നാണ്. അപ്പോൾ ഈ മണ്ഡലം തിരിച്ചു പിടിക്കണം, സംസ്ഥാന ഭരണം തിരിച്ചു പിടിക്കണം. ആ അർത്ഥത്തിലൊക്കെ വലിയ നിർണായകമാണ് UDF-ന് ഈ തെരഞ്ഞെടുപ്പ്. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാജിവെച്ച് വന്നു കഴിഞ്ഞു. രാജിവെച്ച് CPM-ൽ നിന്നും LDF നിന്നും പുറത്തു വന്നു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിനൊരു അഭയം എന്ന് പറയുന്നത്, രാഷ്ട്രീയ അഭയം എന്ന് പറയുന്നത് UDF മാത്രമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്കറിയാം, ഇപ്പോഴും കേരളം ഈ 2 മുന്നണികൾക്കിടയിലാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ നിലനിൽക്കുന്നത്. LDF PV അൻവറിന് മുന്നിൽ എന്നേക്കുമായി വാതിൽ കൊട്ടിയടച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇനി ഒരു നിലനിൽപ്പ്, രാഷ്ട്രീയമായ അസ്തിത്വം എന്ന് പറയുന്നത് UDF-നോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വാധീനമുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ അത് UDF-നോ LDF-നോ സ്പോയിലർ ഫാക്ടറായി വർക്ക് ചെയ്യാമെന്നല്ല, അപ്പുറത്തേക്ക് ജയിച്ചു കയറാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് UDF-നകത്ത് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഉചിതമായ രാഷ്ട്രീയ തീരുമാനം. PV അൻവറിനെ സംബന്ധിച്ച് PV അൻവറിനെ ഒപ്പം കൂട്ടുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ UDF-നും കോൺഗ്രസിനും ഏറ്റവും ഉചിതമായ തീരുമാനം. കാരണം അല്ലെങ്കിൽ UDF ഒരു ശക്തമായ ഫൈറ്റിലേക്ക് പോകുമെന്നുള്ളതാണ്. അവിടെ UDF-ന്റെ കിട്ടാൻ സാധ്യതയുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യം പൂർണ്ണമായി വിഭജിക്കപ്പെടുകയും ആ ഗ്യാപ്പിൽ LDF ജയിച്ചു കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അങ്ങനെ ഒരു സ്പോയിലർ ഫാക്ടറായി PV അൻവറിനെ എന്തിന് നിലനിർത്തണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ്സുകാരും ലീഗുകാരും UDF മൊത്തത്തിലൊക്കെ ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് ഒരു സീറ്റ് എന്നുള്ളതായിരിക്കും PV അൻവർ ആഗ്രഹിക്കുന്നത്. മുന്നണിയിൽ പ്രവേശിക്കുക, ഒരു സീറ്റ് നേടുക, ഒരു മന്ത്രിയാവുക. ഇതിനപ്പുറത്തേക്കൂടെ രാഷ്ട്രീയ സാധ്യതകളൊന്നുമില്ലല്ലോ. അപ്പോൾ സീറ്റ് എന്ന് പറയുന്നത് മലപ്പുറത്തെ സീറ്റ് അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയില്ല. കാരണം മലപ്പുറത്തിന് പുറത്താണ് അദ്ദേഹത്തിൻ്റെ സാധ്യത. ഇപ്പോൾ തവനൂരാണെങ്കിലും നിലമ്പൂരാണെങ്കിലും വണ്ടൂരാണെങ്കിലും ഒക്കെ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലൊക്കെ ഏകദേശം ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയായിട്ടുണ്ട്. അപ്പോൾ മലപ്പുറത്തിന് പുറത്തൊരു സീറ്റായിരിക്കും ഓഫർ ചെയ്യപ്പെടുക. അതൊരു പക്ഷേ കുന്നമംഗലമാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തിരുവമ്പാടിയാവാം. അങ്ങനെയുള്ള മണ്ഡലങ്ങളൊക്കെ സാധ്യതകൾ കോഴിക്കോട്ടുണ്ട്. 2 ലീഗിൻ്റെ മണ്ഡലമാണ്. ലീഗ് കഴിഞ്ഞാൽ ആ മണ്ഡലം ഈ പറയുന്ന പോലെ PV അൻവറിന് കിട്ടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. തിരുവമ്പാടിയും കുന്നമംഗലവും ലീഗും വെച്ചു മാറാൻ ആഗ്രഹിക്കുന്ന മണ്ഡലങ്ങളാണ്. ലീഗ് കൈവശം വെക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. UDF-നകത്ത് ലീഗ് വെച്ചു മാറാൻ ആഗ്രഹിക്കുന്ന 2 സീറ്റുകളാണ് കുന്നമംഗലവും തിരുവമ്പാടിയും ഒക്കെ. അപ്പോൾ ഈ സീറ്റുകൾ വളരെ കൃത്യമായി തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, തിരുവമ്പാടിയും കുന്നമംഗലം ഏതെങ്കിലും ഒരു മണ്ഡലം PV അൻവറിന് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപാധികളൊക്കെ വെച്ച് PV അൻവറിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പിലല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഗുണം ചെയ്യും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെങ്കിലും ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ UDF-ന് ഒരു മൊത്തത്തിൽ ഗുണം ചെയ്യുന്ന, ഭരണവിരുദ്ധ വികാരം വിഘടിപ്പിക്കപ്പെടാതെ, വിഭജിച്ചു പോകാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത PV അൻവറിനെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് PV അൻവറാണ്. ഇവിടെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വലിയ ചലനം ഉണ്ടാക്കിയത് PV അൻവറാണ്. അപ്പോൾ PV അൻവറിനെ ഒപ്പം കൂട്ടാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വവും UDF-നുണ്ട്. അതുതന്നെയാണ് വി.എസ്. രഞ്ജിത്താണ് വിശകലനവുമായി ചേർന്നത്.